ഫസ്റ്റ് ഓൺ 24 വാർത്തയിലേക്കാണ്. ഇനി കൊല്ലം കൊട്ടിയത്ത് ആംബുലൻസ് ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് എഫ്ഐആർ തള്ളി. ആംബുലൻസ് ഡ്രൈവർ ബിവിൻ ലാൽ വാച്ച് മോഷ്ടിക്കാനാണ് അക്രമികൾ ശ്രമിച്ചത് എന്നായിരുന്നു എഫ്ഐആർ. രോഗിയുമായി പോയ ആംബുലൻസ് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് ഡ്രൈവർ ബിവിൻ ലാൽ 24നോട് പറഞ്ഞു. കേൾക്കാം. അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തിൽ തന്നെ വന്ന രീതിയിലാണ് നമുക്കത് ഫീൽ ചെയ്തത്. ആംബുലൻസിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ആ ആംബുലൻസിൽ വളരെ മോശം കണ്ടീഷനിൽ ഉണ്ടായിരുന്ന ഒരു രോഗി ഉണ്ടായിരുന്നു. ആ രോഗിയെ പോലും അവർ കണക്കാക്കാതെ ആ വണ്ടിയിലുണ്ടായിരുന്ന ബൈസ്റ്റാൻഡേഴ്സായിട്ട് ഉണ്ടായിരുന്ന ഒരു 3 പേരുണ്ടായിരുന്നു. അവരുടെ ജീവൻ ഒക്കെ ഇത് മൊത്തത്തിൽ വളരെ മോശമായ ഒരു ഇടപാടാണ് കാണിച്ചത്. ആംബുലൻസിന് നാശനഷ്ടമുണ്ട്. ആംബുലൻസിൻ്റെ മിറർ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ സീറ്റൊക്കെ ഒരു ആ അക്രമത്തിനിടയിൽ സീറ്റും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ചേറെ പ്രശ്നങ്ങൾ ആംബുലൻസിനും പറ്റിയിട്ടുണ്ട്. അരുൺരാജ് വിവരങ്ങളുമായി. അരുൺരാജ്, ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണത്തിനാണ് നേരിട്ടത് എന്ന് പറയുന്നു ഡ്രൈവർ. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വാച്ച് മോഷ്ടിക്കാൻ എന്ന തരത്തിലേക്ക് എഫ്ഐആർ വന്നത്? നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അനുജ, എന്താണ് നമ്മുടെ പോലീസിനുള്ളിൽ സംഭവിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് രാത്രിയിൽ രോഗിയുമായി, അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പത്തനാപുരത്ത് നിന്ന് കൊട്ടിയത്തേക്ക് ഈ ആംബുലൻസ് ഡ്രൈവർ എത്തുന്നത്. ആംബുലൻസിലാണ് എത്തുന്നത്. ഇതിനിടയിൽ ഈ ബൈക്കിലെത്തിയ ഈ 3 അംഗ സംഘത്തെ മറികടന്ന് ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോയതിന്റെ വൈരാഗ്യത്തിലാണ് ഈ മദ്യപാനികളായ ഈ 3 അംഗ സംഘം ഈ ആംബുലൻസ് തടഞ്ഞു നിർത്തുകയും ആംബുലൻസ് ഡ്രൈവറെയും ആംബുലൻസിനെ അടക്കം ആക്രമിക്കുന്ന അവസ്ഥ അടക്കം ഉണ്ടായത്. ഇതിന് പിന്നാലെ ആംബുലൻസ് ഡ്രൈവർ പോലീസിൽ പരാതി നൽകി. ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയത്. കാരണം ഇതിൽ യാത്രക്കാരായ നിരവധി ആൾക്കാർ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയെങ്കിലും പോലീസ് എടുത്ത എഫ്ഐആറിൽ ആംബുലൻസ് ഡ്രൈവറുടെ വാച്ച് മോഷ്ടിച്ചു എന്നതിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. നിസ്സാര വകുപ്പ് ചുമത്തി ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കൊട്ടിയം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും ഇത്തരമൊരു എഫ്ഐആർ സ്വീകരിച്ചെന്ന ചോദ്യത്തിന് കൊട്ടിയം പോലീസിന് മറുപടിയില്ല. പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം പ്രതികളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ദൃശ്യങ്ങളുണ്ട്, പ്രതികൾ ആരാണെന്നറിയാം. പക്ഷേ എവിടെയുണ്ട് പ്രതികൾ, എങ്ങനെയാണ് പ്രതികൾ രക്ഷപ്പെട്ടത്, ഈ സാഹചര്യമൊന്നും പോലീസിന് അറിയാത്ത സ്ഥിതിയാണ്. ആംബുലൻസ് ഡ്രൈവർ ഇപ്പോൾ പറയുന്നത് തന്നെ ആക്രമിച്ചു എന്നതിനപ്പുറം വലിയ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗി ആംബുലൻസിനുള്ളിൽ ഉണ്ടായിരുന്നു. അയാളുടെ ജീവനെ പോലും ഹാനികരമാകുന്ന രീതിയിലാണ് ഇവർ ഇടപെട്ടത്. അതിനുപോലും ഇതിലെ വകുപ്പുകൾ ചുമത്തിയിട്ടില്ല. ആംബുലൻസ് പോലെ ഒരു എമർജൻസി സർവീസ് റോഡിൽ നിർത്തിയിട്ട് ഇത്തരം അക്രമം കാണിച്ച പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുക്കേണ്ടത്. പക്ഷേ അത്തരമൊരു നടപടിയൊന്നും കൊട്ടിയം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടേയില്ല. എന്തായാലും കൊട്ടിയം പോലീസ് സ്വീകരിച്ച നടപടിക്കെതിരെ വലിയ പ്രതിഷേധത്തിലാണ് ആംബുലൻസ് ഡ്രൈവർമാർ. സംഭവത്തിൽ കൂടുതൽ അന്വേഷണവും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ട് പരാതി അറിയിക്കാൻ ഒരുങ്ങുകയാണ് ആംബുലൻസ് ഡ്രൈവർമാരുടെ അസോസിയേഷനും. ഇതിലിപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വാച്ച് മോഷ്ടിക്കുക എന്ന തരത്തിലേക്ക് ദുർബലമായ ഒരു എഫ്ഐആർ തയ്യാറാക്കിക്കൊണ്ടതിന്റെ അന്വേഷണത്തെയും ദുർബലപ്പെടുത്തുക എന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? കാരണം പ്രതികളിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ ദൃശ്യങ്ങളും തെളിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും. അരുൺരാജ്, അനുജ, പോലീസിന്റെ കയ്യിലാണ് നിയമമുള്ളത്. സ്വാഭാവികവും പോലീസ് എന്ത് എഫ്ഐആറിൽ എഴുതുന്നു എന്നുള്ളതാണ് കേസിനെ ആശ്രയിച്ചിരിക്കുന്നത്. ഇതിൽ ഈ വാദിയായ ഈ ആംബുലൻസ് ഡ്രൈവർ നൽകിയ മൊഴിക്കുള്ളിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, തന്നെ ആക്രമിക്കുന്നതിനിടയിൽ ഈ അക്രമി സംഘത്തിന് ഉള്ളിലുണ്ടായിരുന്ന ഒരാൾ തന്റെ വാച്ച് കൂടി, അത് 3200 രൂപ വിലയുള്ള വാച്ച് കൂടി മോഷ്ടിച്ചുകൊണ്ട് പോയി. ആ ഒരു വാചകം മാത്രം എടുത്തുകൊണ്ടാണ് ഈ കേസ് മൊത്തത്തിൽ പോലീസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇത്തരത്തിലൊരു മാനിപ്പുലേഷൻ ഇതിൽ നടത്തിയിരിക്കുന്ന ചോദ്യത്തിന് പോലീസിന് കൃത്യമായ ഉത്തരമില്ല. നമുക്ക് നേരത്തെ ഒരു കേസ് 1.5 വർഷം മുമ്പ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ശ്രദ്ധയിൽ വന്നൊരു കേസുണ്ടായിരുന്നു. കമ്പ് വടികൊണ്ട് തലക്കടിച്ചതിനെ കമ്പി വടികൊണ്ട് തലക്കടിച്ചു എന്ന് മാറ്റി പോലീസ് എഫ്ഐആറിലാക്കി വെച്ച ഒരു കേസുണ്ട്. അതിന് സമാനമാണ് ഒരു പ്രധാനമായും ഈ കേസിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ആംബുലൻസ് തടഞ്ഞു നിർത്തുകയും രോഗിയെയും ജീവനെ പോലും മാനിക്കാത്ത രീതിയിൽ അവരെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ആംബുലൻസ് ഡ്രൈവറെ ആക്രമിക്കുന്നു, ആംബുലൻസ് ആക്രമിക്കുന്നു, സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഇതൊന്നും മാനിക്കാതെ ആംബുലൻസ് ഡ്രൈവറുടെ കയ്യിൽ നിന്ന് പോയ ഒരു വാച്ച്, ആ വാച്ചിനെ മാത്രം കേസിന്റെ ആധാരമാക്കി പോലീസ് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. എന്തായാലും സംഭവത്തിൽ ഇതുവരെ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പ്രതികൾക്കുള്ള ഉന്നത സ്വാധീനം തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ആംബുലൻസ് ഡ്രൈവർ ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും നിയമപരമായി ഇതിനെ നേരിടാൻ തന്നെയാണ് ഈ ആംബുലൻസ് ഡ്രൈവറുടെയും അവരുടെ അസോസിയേഷന്റെയും തീരുമാനം. രോഗിയുമായി പോയ ആംബുലൻസ് ആണ് ആക്രമിച്ചത്. തനിക്ക് നേരെ ആക്രമണമുണ്ടായി, ആംബുലൻസ് തകർക്കാൻ ശ്രമം നടത്തി എന്നൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്. CCTV തെളിവുകൾ ഉണ്ട്, ദൃശ്യങ്ങളായുണ്ട്. പക്ഷേ ദുർബലമായ എഫ്ഐആർ പോലീസ് ഇട്ടിരിക്കുന്നു. അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് ഈ ആംബുലൻസ് ഡ്രൈവറും അദ്ദേഹത്തിന്റെ സംഘടനയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.